കാച്ചി കുറുക്കി വെച്ച പാലാണ്, കാനന വന്നിയിലെ തേനാണ്, കാമിനി നെഞ്ചിരിയേതാണ്, പറയൂ നീ മനസ്സിൽ എന്താണ്? എന്തോ പ്ലേറ്റ് കൊണ്ടുപോയി വെച്ചിട്ട് വായാ. ഉങ്ക സ്ക്രിപ്റ്റ് എത്തിയാ നീ? അതെന്താ സാധനം മോനെ? എന്റെ ബാഗിനകത്ത് സ്ക്രിപ്റ്റ് എന്ത് മോനെ മനസ്സാ വാച എനിക്ക് കണക്ക് ബുക്ക് പറ്റ് ബുക്ക് എന്നല്ലാതെ സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ എടുക്കാനുള്ള ശേഷി എനിക്ക്. നീ ഇതാ എടുത്തിരിക്കാം സൊല്ലാൻ പറയാമോ? എടാ താനാണോ വണ്ടിയുടെ പുറകെ ഇരുന്ന് ഇവന്റെ ബാഗിന്റെ അകത്തിരുന്ന സ്ക്രിപ്റ്റ് താൻ എടുത്തോ? ഞാൻ എടുത്തില്ല. കൊള്ളം പറഞ്ഞ ദേവസ്വയുടെ തൂക്കും ഞാൻ. മനസ്സാ വാച ഞാൻ അറിയില്ല. ഞാൻ ഈ അന്ത്യ നേരത്ത് കള്ളടിക്കാൻ വേണ്ടിട്ട് ഇത്തിരി അച്ചാറ്, പിന്നെ രാത്രി ബോറടിക്കുമ്പോ ഇച്ചിരി പഞ്ചസാര, ഇതൊക്കെ ഇടും. അണ്ടാൽ പാവണ്ട, അണ്ടാൽ ചെയ്യാൻ മാട്ടാണ്. ഈ പുള്ളി കള്ളത്തരം പൊട്ടിക്കിടഞ്ഞ ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ഇയാൾ അപ്പാവിയാന്ന്. നീ ചുമ്മാ ഈ അപ്പാവിയുടെ മേക്കിട്ട് കയറാനാണോ? എടാ 250 രൂപയ്ക്ക് മറ്റേ വീടിനോട് ശോഭമോളെ ആഗോളതാപന വെള്ളമൊക്കെ കുടിച്ചില്ലേ? മോളെ പായസം മറ്റേ വെള്ളപ്പായസം വേണം, മറ്റേത് അരിപ്പായസം. ഏത് പായസം? വെള്ളപ്പായസം. വെള്ളപ്പായസം. ഓ ഓ ആമ്മ എടുത്ത് പറഞ്ഞു വെള്ളപ്പായസം. ഇയാളെ കണ്ടാൽ തന്നെ അറിയാം അയാള് വെകിളിയാ, അയാള് ചെയ്യത്തില്ല. ഇയാളുടെ മോന്ത കണ്ടാ അറിയാം ഇവളുടെ കള്ള ലക്ഷണമല്ലടാ. എടുത്തിട്ടുണ്ടോ എടുത്തെന്ന് പറഞ്ഞോ, അല്ലെങ്കിലുണ്ടല്ലോ സ്വഭാവം മാറും. നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഈ പുള്ളിയുടെ മോന്ത കാണുമ്പോ എനിക്ക് കൊടുക്കാൻ തോന്നൂടാ. അയ്യോ ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം. എന്നാ തീരുമാനം ഉണ്ടാക്കാൻ? നിക്കടാ അവിടെ. നിങ്ങൾ മോട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, സത്യമാണേ. തെളിബന്തയിലും ഉണ്ടേല് ഇന്ന് അവസാനത്തെ ദിവസമായിരിക്കും ദേവസ്വയുടെ. ഞാനാ പറയാം. എടാ ഞാൻ പറയട്ടെ, പുള്ളിയുടെ മേക്കിട്ട് കയറണ്ട. നീ ആയിരുന്നു ഇത് സൂക്ഷിക്കേണ്ട ആള്. നീയല്ലേ കളഞ്ഞേ? അതെ. ഇവനാ സൂക്ഷിക്കണ്ട. നീയല്ലേ സ്ക്രിപ്റ്റ് എഴുതിയ ആള്? അതെ. നീ ഇത് ഒന്നുകൂടെ എഴുതിയാൽ പ്രശ്നം തീരുമല്ലോ. ഇവ ഒന്നുകൂടെ എഴുതി. അല്ല ഒന്നുകൂടി എഴുതാം. ഒന്നും എഴുതാം. അല്ല എടാ അതാണ് സുബ്രഹ്മണ്യം. അല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്നുകൂടെ എഴുതാ. എഴുതുന്നുണ്ട് ഞാൻ. കുളിച്ചേച്ചു വന്നു. സ്ക്രിപ്റ്റ് അങ്ങനെ പെട്ടെന്ന് എഴുതാൻ എഴുതാൻ പറ്റുമോ? അതൊക്കെ എഴുതാം. എഴുതാ. മതി. അവന്മാരെ കണ്ടുപിടിക്കുകയോ? പൊട്ടന്മാരാ, നമുക്ക് മാനേജ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ പേടിക്കാതി. ഒരു നിമിഷം നേരത്തേക്ക് ഞാൻ എൻ്റെ കൺട്രോൾ ഉള്ളത് കൊണ്ട് മാത്രം. മറ്റവനെ കണ്ടല്ലോ, അവനെൻ്റെ ഞാൻ വേണത്തില്ല. ഞാനെന്നല്ലേ അതൊന്ന് ഫിനിഷ് ചെയ്താട്ടെ. എനിക്കൂടെ അതിൽ ബാക്കിയുള്ളത് തിന്നാ. അതേ നടക്കൂ. എടാ എടാ ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല. നീ ഓർത്ത് നോക്കിയാ പാചകക്കാരൻ എടുത്ത് വെച്ചിട്ടും കാര്യമില്ല. നാളെ 10 മണിക്കുള്ളിൽ ആകെ ഇനി 8 മണിക്കൂറേ ഉള്ളൂ. സാധനം കൊടുക്കണ്ട, നമ്മുടെ പണം കൂടെ ഉണ്ടായോ നല്ലേ? അതൊന്നും റൈറ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. എടാ നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഞാൻ ഇനി അത് ശരിയാക്കാന്ന് പറഞ്ഞു. റൈറ്റബിൾ ആണ്, യു ക്യാൻ എഴുതബിൾ. എടാ എഴുതിയാൽ തന്നെ ഇനി അതേപോലെ ഒന്നും ആവത്തില്ല. നീ എന്തൊക്കെ ഈ പറയുന്നത്? നീ എഴുതിയ കഥ തന്നെയല്ലേ, അതേപോലെ ആവത്തില്ല. ആ കഥ തന്നെ എഴുതി കൊടുക്കാൻ. ആ സ്ക്രിപ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ ഇനി എങ്ങനെ? എടാ നീ ഒന്ന് കാവ്യാത്മകമായിട്ടൊന്ന് ഇരിക്കുക. ഞാൻ ആ ത്രിപിളച്ചിന്റെ റമ്മോ അല്ല ഇച്ചിരിയോടെ മേടിച്ചു തരാം. ഒന്നാമത്തെ മൂട് പോയിരിക്കടേ. മൂടൊക്കെ വരുത്താൻ നമുക്ക് സാധനം എഴുതി കിട്ടണ്ടേ? നാളെ 10 മണിക്കാണ് പോണ്ടേ? അതൊന്നും വരത്തൊന്നുമില്ല. മറ്റവനോ വല്ലതും ഉണ്ടെങ്കിലോ മറ്റോ മേടിച്ച സാധനം കൊണ്ടുവരണ്ടേ? എന്നാ ഇപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ എഴുതാതിരിക്കാൻ പറ്റത്തില്ലെന്നാ നീ പറയുന്നത്? പറ്റത്തില്ല, വേറെ വഴിയൊന്നും ഇല്ലല്ലേ. എടാ നമുക്ക് നമ്മുടെ പടം വേണ്ടേ? ഇത്രയും വലിയ റൈറ്റേഴ്സിന്റെ ഇടയിൽ നിന്റെ പേരോട് എഴുതി കാണിക്കുമ്പോൾ സ്വർണ്ണ ലിപികളിലായിരിക്കും എഴുതി കാണിക്കുന്നത്. എടാ നീ എന്താടാ ഒരു സമയത്തിന് ഒരു വാല്യൂ തരാത്തവര് പറയുന്നത്? എടാ നിനക്കൊരു കാര്യം അറിയോ? ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ 10 മാസം വേണം, ഒരു ബിരുദധാരി ഉണ്ടാവണമെങ്കിൽ 3 വർഷം വേണം, ഒരു എഞ്ചിനീയർ ഉണ്ടാവണമെങ്കിൽ 4 വർഷം വേണം. പക്ഷേ ഒരു കഥ ഉണ്ടാവണമെങ്കിൽ ഒരു യുഗം തന്നെ വേണ്ടി വരും. എഴുതിയൊരു കഥ ഒന്നുകൂടെ എഴുതാൻ വേണ്ടി 2 മണിക്കൂർ ഒരു ത്രിപിളക്സിന്റെ റമ്മും മതി. അതാണ് നമ്മളിവിടെ വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എഴുതാം. എന്നാ ചെയ്യാനാ? വിവരമില്ലാത്തവരുടെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണി. ഇത് മറ്റേ നാറാണത്ത് ഭ്രാന്തന്റെ പോലെ ആയിപ്പോയി. ആ കല്ലുരുട്ടി മേലെ കയറ്റി താവട്ടിട്ട് പിന്നെ മേലെ കയറ്റി കല്ലെന്ത് എന്നിട്ട് എഴുതാം. വരുന്നില്ല നീ? എന്നാ ഞാൻ അങ്ങോട്ടും. കല്ലിന് ഇവൻ കൊണ്ട് വല്ല പാറക്കോറിക്കാർക്ക് വിറ്റു. ഞാൻ പിടിച്ചോളാം. എടാ ചെറുക്ക അവിടെ ഇല്ല, അതാ ഓഫീസിൽ വെച്ച് വന്നാ നിന്ന് പറഞ്ഞേ. എന്നാ പോയേക്കാം. ഓഫീസിൽ വെച്ചാൽ മതി. വെക്കാനാണെങ്കിൽ എന്താണ് ഇതൊന്നും സംരക്ഷിക്കണ്ടേ അവിടം വരെ? അത് ഞാൻ പിടിച്ചോളാം. നീ പിടിച്ചു കഴിഞ്ഞാലേ
ശരിയാവത്തില്ല മോനെ. എന്റെ കുന്നും പുറത്ത് തങ്ങളെ ഈ സിനിമ നടക്കാതെ പോണം. നിങ്ങൾക്കൊരു പട്ടി എന്നാ. എന്റെ ദൈവമേ, ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അയാളൊന്ന് വായിച്ചു കൊടുത്തേച്ച്. നടക്കുമായിരിക്കും. ഓ, ഇന്നലെ ഒരു ദിവസം അനുഭവിച്ച തീയേ. ഞാൻ ഇന്നും അനുഭവിച്ചോണ്ടിരിക്കല്ലേ തീ. അയ്യോ നല്ല ക്ഷീണോടാ. എടാ, കോപ്പി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇനി എന്തെങ്കിലും വിഷയം വന്നാൽ പിന്നെ കുഴപ്പമില്ല. അതിന്റെ കോപ്പി എടുക്കേണ്ട ആവശ്യമില്ല. എനിക്കതായാലും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടില്ല. ദൈവം അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുള്ള സാധനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിങ്ങനെ പിടിച്ചു വെച്ചാലും ഉണ്ടല്ലോ, അല്പം വൈകിട്ടാണെങ്കിലും തരുമോ. എനിക്ക് നല്ല ക്ഷീണോടാ. എനിക്കൊന്ന് കിടക്കണം. നല്ല ക്ഷീണം. ഒന്ന് നോക്കണം, കളിച്ചോണ്ടിരിക്കരുത് കേട്ടോ. എടാ ഹലോ, ഇതാണോടാ നീ എന്നോടൊന്ന് പറഞ്ഞ കഥ? അതല്ല, അത് ചെറിയ മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. മര്യാദക്ക് നീ നേരത്തെ പറഞ്ഞ കഥയായിട്ട് വന്നില്ലെങ്കിൽ പിന്നെ വെട്ടിക്കീറി പട്ടിക്കിട്ട് കൊടുക്കും. അല്ല, അറിയാലോ നിനക്കെന്നെ. ചെന്ന് ചോദിച്ചാ മതി സിനിമാ ലോകത്തെ ഡോൺ ആരാണെന്ന്. നീയാണോ ഞാനാണത്? അപ്പൊ നാളെ നിന്നെ കൂടെ നിർത്തുന്നുണ്ടല്ലോ, എന്തോ പേര്, നല്ലാക്ഷനാണ്. അവനേക്ക് ഏരിയ കണ്ടുവരുന്നേ നാളെ 10 മണിക്ക്. അപ്പൊ പറഞ്ഞ പോലെ ഹലോ. എടാ പറയടാ. അതെ, ഞാൻ നിന്നെ വിളിച്ചത് നമ്മുടെ പടം അതൊക്കെ ഓക്കെ ആട്ടോ. ഞാൻ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലേ പടം ഒക്കെ ഒക്കെയാണ്. എടാ നിന്റെ ഇല്ല അതിന്റെ കോപ്പി ഇരിപ്പുണ്ടോടാ? ഉണ്ടല്ലോടാ. എന്നാലേ ആ കോപ്പി ഒന്ന് വേണമായിരുന്നോടാ. സോറി, തരാൻ പറ്റത്തില്ല. തരില്ല. അതിനെന്താ? നീ മേടിച്ചെന്റെ പൈസ തന്നോ? എടാ നമ്മള് വർക്കാവൂല്ലേ, പടം അങ്ങോട്ട് ഇറങ്ങാൻ പോവല്ലേ, എല്ലാം സ്ക്രിപ്റ്റ് എല്ലാം ഓക്കെ ആയി. അത് എടാ അടുത്തൊന്നും ഷൂട്ട് തുടങ്ങണ്ടാടാ. നീ ആ കോപ്പി എന്നാ. കാരണം വെച്ചാൽ ഞാൻ അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ ഒരാൾക്ക് വായിക്കാൻ കൊടുത്തായിരുന്നേ, എൻ്റെ പ്രൊഡ്യൂസറിന്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഷോട്ടൊന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നു ബ്രോ, തരില്ല. എടാ നീ ഇതിനൊക്കെ ദുഃഖിക്കും കേട്ടോ. എന്നാ ഒരു പണി ചെയ്യാം, ഒരു 55,001 രൂപ തന്ന സ്ക്രിപ്റ്റ് തരാം. 55,001 രൂപയോ? നിനക്കായതുകൊണ്ടാ ഈ ഓഫർ. അല്ല, അത് പടം ഇറങ്ങിട്ട് തരാം. നോർമലി 50,000 രൂപയാ, നീ ആയതുകൊണ്ട് 55,000 രൂപ. ആയിക്കോട്ടാ. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിനക്ക് പടം ഇറങ്ങി കഴിഞ്ഞാൽ തന്നേക്കാം. വേണ്ടെന്നേ. അല്ല നിനക്ക് എന്നെ വിശ്വാസമില്ലേ? റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഇപ്പം തരും. റെഡി ക്യാഷ് എന്നാ ഞാൻ നോക്കട്ടെ. വെച്ചിട്ട് പോടാ, പോയി പണി നോക്ക് പോ. ഇതിപ്പം വല്ലാത്ത കുരിശായല്ലോ. ഇപ്പൊ കഥ ഞാൻ അവിടെ ചെന്നുണ്ടാക്കാനാ? ഞാൻ തന്നെ എഴുതേണ്ടി വരുമോ? ഇനി ഏത് കഥയെന്ന് കോപ്പി അടിച്ച് എഴുതും? ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു പോലും നോക്കാൻ പറ്റിയില്ല മര്യാദയ്ക്ക്. എഴുതാം, അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യാനാ? ഗതികേട്. ചെമ്പൂവേ പൂവേ നിറമറത്തെ ചെണ്ടയിലൊരു വണ്ടോ. എന്തൊക്കെ കഷ്ടപ്പാടാ. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അവൻ ഇതുവല്ല അറിയേണ്ട കാര്യമാണ്. മൂത്രമൊഴിച്ചേക്കാം അല്ലേ? അതൊന്ന് മൂത്രമൊഴിച്ചേക്കാം. നല്ല പരിചയമുള്ള കവറാണല്ലോ. എന്നല്ലത് എന്റെ കാണാതെ സ്ക്രിപ്റ്റ് ഇല്ലേ?
എന്നാൽ ഇത് എങ്ങനെ ഇവിടെ എത്തി?